ഓഹോ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? സംസാരത്തിന്റെ ഇടയിൽ എപ്പോഴോ വന്നു പെട്ടതാണ് ശിവയുടെ നാടും വിവാഹവും ഇവിടേക്കുള്ള വരവും ഒക്കെ. ലക്ഷ്യയോട് ഒന്നും പറയാൻ താല്പര്യമില്ലായിരുന്നുവെങ്കിലും എന്തോ ഒരടുപ്പം തോന്നിപ്പോകുന്നു. ആദ്യമായി തന്നെ കേൾക്കാൻ ആരൊക്കെയോ ഉള്ള പോലൊരു തോന്നൽ. തന്നെ വിഷമിപ്പിക്കാൻ പറയുന്നതല്ല, എങ്കിലും ഒന്ന് പറയട്ടെ ശിവ. അവർക്കിടയിലെ താൻ ഒരിക്കലും കടന്നു ചെല്ലാൻ പാടില്ലായിരുന്നു. പരസ്പരം അത്രയും സ്നേഹിച്ചിരുന്നത് അല്ലേ അവർ? ഒരു വേള ശിവയുടെ മുഖം ഒന്ന് താഴ്ന്നു. തെറ്റ് ചെയ്ത കുട്ടിയെപ്പോലുള്ള അവളുടെ ആ ഇരിപ്പ് കണ്ട് ലക്ഷ്യ ഒന്ന് പുഞ്ചിരിച്ചു. ആ പോട്ടെ, പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഇനി എന്താ തന്റെ പ്ലാൻ? തന്റെ നന്ദേട്ടനെ ആ ചന്തു എന്ന കുട്ടിക്ക് വിട്ടുകൊടുക്കാനാണോ ഉദ്ദേശം? എന്താ വേണ്ടതെന്ന് നിനക്കറിയില്ല. പക്ഷേ ഇനി ആർക്കും ഒരു തടസ്സമാവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ നിമിഷം വരെ നന്ദേട്ടന് എന്നെ ഇഷ്ടമാണെന്നോ എന്നോടൊപ്പം ജീവിക്കാൻ താല്പര്യമുണ്ടെന്നോ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിന്റെ പേരിലാണ് ഞാൻ ആ മനുഷ്യനോടൊപ്പം തുടരേണ്ടത്? ശിവയിൽ നിന്ന് വന്നത് മറുചോദ്യമായിരുന്നു. മറുപടിയൊന്നും പറയാതെ ലക്ഷ്യ അവളെ കേട്ടിരുന്നു. ആർക്കും ശല്യമാവാതെ ഞാൻ എൻ്റെ മുത്തശ്ശനോടൊപ്പം അവിടെ കഴിഞ്ഞേനെ. കൂടെ കൊണ്ടു പോകണമെന്നോ എന്നെ സ്നേഹിക്കണമെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. ആകെ ചെയ്ത തെറ്റ് വാശി പിടിച്ച് നേടിയ ഈ താലി മാത്രമാണ്. അതൊരു വലിയ തെറ്റായി എന്ന് തോന്നുന്നു എനിക്കിപ്പോ. ഒച്ചയിടറുമ്പോൾ അവളുടെ കണ്ണുകൾ കൂടെ നിറഞ്ഞു വന്നു. അവളിലെ ഈ ഭാവം ലക്ഷ്യയിൽ ഒരു വല്ലായ്മ നിറച്ചു. വേണ്ട, ഒന്നും വേണ്ട. ഇനി എനിക്ക് ആരെയും വേണ്ട. ഇഷ്ടമുള്ളത് ആരാന്ന് വെച്ചാ അവരോടൊപ്പം ജീവിച്ചോട്ടെ. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ലക്ഷ്യ സംശയത്തോടെ അവളെ നോക്കി. വല്ലാത്തൊരു വീർപ്പുമുട്ടലാണ് നിക്കവിടെ. എത്രയും വേഗം അവിടെ നിന്ന് മാറണം. അതോടൊപ്പം ഒരു ജോലിയും അത്യാവശ്യമാണ്. കാർത്തിയേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏട്ടൻ അന്വേഷിക്കുന്നുണ്ട്. എന്ത് ജോലിയാണ് തനിക്ക് താല്പര്യം? അവൻ ഗൗരവത്തോടെ ചോദിക്കുമ്പോൾ ശിവ മെല്ലെ അവനെ നോക്കി. അങ്ങനെ ഇന്ന ജോലി എന്നൊന്നും എനിക്കില്ല. എന്തേ ചോദിക്കാൻ? എന്നാൽ തനിക്ക് ഞാനൊരു ജോലി ശരിയാക്കി തരട്ടെ? ഒരു വേള അത് കേൾക്കെ ശിവയുടെ കണ്ണുകൾ ഞെട്ടലോടെ വിടർന്നു. അശോകേട്ടൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? റൂമിലേക്ക് വന്ന സുജി കാണുന്നത് ബെഡിൽ മലർന്നു കിടക്കുന്ന തന്റെ ഭർത്താവിനെയാണ്. കണ്ണുകൾക്ക് മറയായി കൈകൾ വച്ചാണ് കിടപ്പ്. ഇതെന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അയാളിലെ മൗനം കണ്ട് അവർ സംശയത്തോടെ ചോദിച്ചു. നിനക്കെന്താ സുജി വേണ്ടത്? രാവിലെ തന്നെ മനുഷ്യന്റെ സമാധാനം കളയല്ലേ നീ? അയാൾ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഉച്ചത്തിൽ ശബ്ദമുയർത്തുമ്പോൾ അവർ ഒന്ന് ഞെട്ടി. ഓ, അല്ലെങ്കിലും ഒന്നും അങ്ങോട്ട് ചോദിക്കാൻ പാടില്ലല്ലോ. പേരിനൊരു ഭാര്യ, അതല്ലേ നിങ്ങൾക്കിപ്പോ ഞാൻ? അതും പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി അവരെ അയാൾ പുറകിൽ നിന്ന് വലിച്ചു ചേർത്തു. വിട് അശോകേട്ടാ, കൂടുതൽ കിന്നരിക്കാൻ വരാതെ. നിങ്ങൾക്ക് ഞാനിപ്പോ ഒരു ശല്യമല്ലേ? എന്റെ സുജി, നീ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കല്ലേടി പ്ലീസ്. അല്ലെങ്കിൽ തന്നെ ഓഫീസിലെ കാര്യങ്ങൾ ഓർത്ത് ഭ്രാന്ത് പിടിച്ചിരിക്കുവാ ഞാൻ. അതിന്റെ കൂടെ നീ കൂടി എന്നെ കൊല്ലല്ലേ പ്ലീസ്. അസ്വസ്ഥത നിറഞ്ഞ ആ വാക്കുകൾ കേൾക്കെ സുജി അയാളെ മെല്ലെ തിരിഞ്ഞു നോക്കി. എന്താ ഏട്ടാ, ഓഫീസിൽ എന്താ പറ്റിയേ? എല്ലാം കയ്യിന്ന് പോവാ സുജി. എന്തൊക്കെയായി പറയണേ? എനിക്ക് മനസ്സിലാവണ രീതി പറയ അശോകേട്ടാ. അവരുടെ മുഖത്ത് വല്ലാത്തൊരു ആദി നിറഞ്ഞു. നമ്മുടെ കമ്പനിക്ക് കിട്ടുന്ന ന്യൂ പ്രോജക്റ്റ് ഒക്കെ എല്ലാവരും പിൻവലിക്കുകയാണ്. ദിനം പ്രതി കൂടുതൽ ലോസിലേക്കാണ് ഇപ്പോൾ കമ്പനി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് എത്ര നോക്കിയിട്ടും ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല സുജി. ഈ പോക്കാണെങ്കിൽ അധികം നാൾ നമ്മുടെ കമ്പനി ഇങ്ങനെ ഉണ്ടാവില്ല. അശോകൻ അവർക്ക് മുഖം കൊടുക്കാതെ പറഞ്ഞു നിർത്തി. അശോകേട്ടൻ കൂടുതലൊന്നും ആലോചിക്കാതെ നമ്മുടെ മോനെ വിളിക്ക്. അവൻ വിചാരിച്ചാൽ തീരാത്ത ഒരു പ്രശ്നവുമില്ല. ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവൻ സ്വന്തമായി തുടങ്ങിയ കമ്പനികളുടെ വളർച്ച കണ്ടില്ലേ? ഇത് അവൻ വിചാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഏട്ടാ. അത് ശരിയാവില്ല സുജി. ഉടനടി തന്നെ അയാളുടെ മറുപടിയും വന്നു. എന്നാൽ അത് കേൾക്കെ സുജി അയാളെ സംശയത്താൽ ഒന്ന് നോക്കി. എന്തുകൊണ്ട് ശരിയാവില്ല? നമ്മുടെ മകൻ മാത്രമല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. കൂടെ ഒരു അശ്രീകരൻ കൂടെ ഇല്ലേ ഇപ്പോ അവന്റെ ഒപ്പം? അവളെയും കൂടെയാണ് ഇവിടേക്ക് ഇപ്പോൾ കെട്ടിയെടുക്കുന്നതെങ്കിലോ? അയാൾ അമർഷത്തോടെ പറഞ്ഞു. അശോകേട്ടന്റെ ഉള്ളിൽ എന്തൊരു വിഷം നിറഞ്ഞതാണ്. നമ്മുടെ മകന്റെ ഭാര്യയാണ് അവൾ. ആ കുട്ടിയോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ എങ്ങനെ കഴിയുന്നു നിങ്ങൾക്ക്? നീ കൂടുതൽ അവളെ സ്നേഹിക്കാനൊന്നും നിൽക്കേണ്ട സുജി. നമ്മുടെ നന്ദുവിന് ഒരു തെറ്റ് പറ്റി. അത് അവനായിട്ട് തിരുത്തി വരുന്ന ഒരു ദിവസം ഉണ്ടാവും. ആ ദിവസത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഞാൻ. അത്രയും പറഞ്ഞ് അവരെ വിട്ടുമാറി അയാൾ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ സുചിത്ര അങ്ങേയറ്റം ദേഷ്യത്താൽ അയാളെ ഉറ്റുനോക്കി. രാവിലെ തന്നെ പിൻവശത്തെ തൊടിയിലേക്ക് ഇറങ്ങിയതാണ് ധ്രുവൻ. അവധി ദിവസങ്ങളിലൊക്കെ വെറുതെ ഇരിക്കുക എന്നത് അവന് ഇഷ്ടമില്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ തൂമ്പയും കൊണ്ട് പറമ്പിലേക്ക് ഇറങ്ങും. കണ്ണാ, നട്ടുപിടിപ്പിച്ചിരിക്കുന്ന വാഴയ്ക്കൊക്കെ തടമെടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് സുഹാസിനിയുടെ വിളി അവൻ കേൾക്കുന്നത്. വേഗത്തിലൊന്ന് തിരിഞ്ഞു നോക്കി കയ്യിലിരുന്ന തൂമ്പ സൈഡിലായി മാറ്റിവെച്ചുകൊണ്ട് അവർക്കരികിലേക്ക് നടന്നു. എന്താ അമ്മേ? കഴുത്തിൽ കിടന്ന തോർത്തുകൊണ്ട് മുഖത്തെ വിയർപ്പൊന്ന് ഒപ്പിക്കൊണ്ട് അവൻ ചോദിച്ചു. നീ ഒന്ന് അങ്ങോട്ട് വന്നേ കണ്ണാ.
ദേ അച്യുതൻ വന്നിട്ടുണ്ട് ഉമ്മറത്ത്. അത് കേൾക്കെ അവന്റെ മുഖമൊന്ന് ഇരുണ്ടു. അയാൾ എന്തിനാ ഇവിടേക്ക് വന്നത്? എനിക്ക് ആരെയും കാണണ്ട. ദേ കണ്ണ, ഞാൻ വിളിച്ചിട്ടാ അയാൾ വന്നത്. പിന്നെ ഇനിയും നിന്നെ ഇങ്ങനെ വിടാൻ എനിക്ക് ഉദ്ദേശമില്ല. എത്രയും വേഗം നിന്റെ വേളി നടത്തണം. ധ്രുവൻ ഒരു ഞെട്ടലോടെ അമ്മയെ നോക്കി. നീ നോക്കേണ്ട. ഇനിയും നിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഞാൻ വിടില്ല. അത്രയും ദണ്ണമുണ്ട് എനിക്ക്. നിന്റെ പ്രായത്തിലുള്ള പിള്ളേരുടെയൊക്കെ വേളി കഴിഞ്ഞ് കുട്ടികൾ വരെയായി. എന്നിട്ടും നീ മാത്രം ഓരോ ഒഴിവും പറഞ്ഞ് ഇങ്ങനെ നടക്ക. മതി, ഇനി ഞാൻ പറയുന്നത് അനുസരിക്കാ നീ. വല്ലാത്തൊരു ആജ്ഞയായിരുന്നു അവരുടെ ആ വാക്കുകളിൽ. എന്നാൽ ധ്രുവന്റെ മുഖത്ത് വല്ലാത്തൊരു ദയനീയതയും നിറഞ്ഞു നിന്നു. എല്ലാം അറിയാവുന്ന അമ്മ തന്നെ എന്നോട് ഇങ്ങനെയൊക്കെ പറയണം. സുഹാസിനിയമ്മ വാത്സല്യത്താൽ അവന്റെ നെറുകയിൽ തലോടി. മറന്നു കളഞ്ഞേക്ക് കുട്ടി, നിനക്ക് വിധിച്ചതല്ല അവള്. മറന്നേക്ക് നീ അവളെ. ധ്രുവന്റെ വാക്കുകൾ കുടുങ്ങി ദയനീയമായി തന്നെ നോക്കുന്ന ആ കണ്ണുകളിൽ ഒരു കടലിളമ്പുന്നതായി തോന്നി അവർക്ക്. ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. നീ ഇപ്പൊ എന്റെ കൂടെ വാ. ചാട്യം കാണിച്ച് സുഹാസിനി അമ്മ തന്നെ അവന്റെ കൈയും പിടിച്ച് ഉമ്മറത്തേക്ക് പോയി. ഉമ്മറത്തെ കൈവരിയിൽ ഇരിപ്പുണ്ട് ആ വൃദ്ധൻ. ധ്രുവനെ കണ്ട് അയാൾ ഒന്ന് പതറിയെങ്കിലും സുഹാസിനി അമ്മ അയാളെ നോക്കി കണ്ണടച്ച് കാണിച്ചു. അച്യുതാ, ആ കുട്ടിയുടെ ഫോട്ടോ ഒക്കെ ഇവനെ ഒന്ന് കാണിച്ചേ. വേണ്ട, അമ്മ നോക്കിയാൽ മതി. അമ്മയുടെ ഇഷ്ടാ എന്റെയും. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ധ്രുവൻ വേഗത്തിൽ അകത്തേക്ക് കയറിപ്പോയി. ഒടുവിൽ അവൻ വന്നു നിന്നത് തന്റെ റൂമിലേക്കാണ്. വലതു സൈഡിൽ അങ്ങേയറ്റത്തായിരുന്ന കബോർഡ് ഒന്ന് തുറന്ന് തന്റെ ഡ്രസ്സുകൾക്കുള്ളിൽ ഒളിപ്പിച്ച ഒരു ചുവന്ന ബോക്സ് അവൻ കയ്യിലേക്ക് എടുത്തു. സ്വർണ്ണ കല്ലുകൾ കൊണ്ട് തിളങ്ങുന്ന ഒരു ചുവന്ന ചെപ്പ്. അവനത് തുറന്ന് അതിൽ അത്രമേൽ സുരക്ഷിതമായി കാത്തുവെച്ച ഒരൂട്ടം പുറത്തേക്കെടുത്തു. മഞ്ഞ ചരടിൽ കോർത്ത ഒരലിലത്താലി. എന്നെങ്കിലും അവളുടെ സമ്മതത്തോടെ തന്റെ പ്രാണന്റെ കഴുത്തിൽ അണിയിക്കാൻ അവൻ കരുതിയ തന്റെ പ്രണയ സമ്മാനം. ധ്രുവൻ നിമിഷങ്ങളോളം അതിലേക്ക് ഉറ്റുനോക്കി. തന്റെ കൈകൾക്കുള്ളിലിരുന്ന് അത് വിറയ്ക്കുന്നതായി തോന്നി അവന്. കണ്ണുകൾ അനുസരണക്കേട് കാട്ടിക്കൊണ്ട് നിറഞ്ഞു വരുമ്പോൾ അവൻ ആ താലി തന്റെ നെഞ്ചോട് അടക്കി പിടിച്ചു. ദിവസങ്ങൾ മാറ്റമില്ലാതെ കടന്നു പോകുമ്പോൾ ശിവ ത്രിലോകിൽ നിന്ന് കൂടുതൽ അകന്നു. അവൻ എന്നൊരാൾ അവിടെയില്ല എന്നൊരു ഭാവത്തിലാണ് അവളിപ്പോൾ. എന്നാൽ ത്രിലോകിനെ അവളുടെ ഈ പ്രവൃത്തി കൂടുതൽ ചൊടിപ്പിക്കുകയാണ് ചെയ്തത്. ഒരവസരത്തിനായി അവൻ കാത്തുനിന്നു. ഗുഡ് മോർണിംഗ്. ഫ്ലാറ്റ് പൂട്ടി രാജ് ന്യൂസിലേക്ക് പോകാനിറങ്ങിയതാണ് ലക്ഷ്യ. പിന്നിൽ നിന്നുള്ള ശിവയുടെ ശബ്ദം കേൾക്കെ ലക്ഷ്യ ഒന്ന് ചിരിയോടെ തിരിഞ്ഞു നോക്കി. ഗുഡ് മോർണിംഗ് വേദ മേഡം. അല്ല, എങ്ങോട്ടാ രാവിലെ? എങ്ങോട്ടുമല്ല, ഞാൻ ഏട്ടനെ കാണാൻ തന്നെ വന്നതാ. എന്താടോ, എനി പ്രോബ്ലം? അവന്റെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി. ഏയ്, ഞാൻ ജോലിയുടെ കാര്യം. ശിവ അല്പം മടിയോടെയാണ് ചോദിച്ചത്. അത് കണ്ട് അവന് വന്നത് ചിരിയും. മേഡം, ഈ ലക്ഷ്യവേദ് കൈലാസ് ഒരു കാര്യം ഏറ്റിട്ടുണ്ടോ എങ്കിൽ അത് നടന്നു എന്ന് തന്നെയാണ്. സോ എന്റെ വേദ മേഡം ഒന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ട. തനിക്കുള്ള ഹാപ്പി ന്യൂസും കൊണ്ടാകും ഞാൻ ഈവനിങ് വരുന്നത്. സോ രാജ് ന്യൂസിലേക്ക് വരാൻ തയ്യാറായിക്കോ. അത്രയും പറഞ്ഞ് കണ്ണുകൾ ചിമ്മി അവൻ തിരിഞ്ഞു നടക്കുമ്പോൾ ശിവ പുഞ്ചിരിയോടെ അവൻ പോകുന്നത് നോക്കി നിന്നു. ശേഷം അതേ ചിരിയോടെ അകത്തേക്ക് കയറിയത് അവൾ കണ്ടു മുന്നിൽ രൂക്ഷമായ നോട്ടത്തിൽ നിൽക്കുന്ന ത്രിലോകിനെ. ആദ്യം ഒന്ന് പതറിയെങ്കിലും ശിവ അവനെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറാനൊരുങ്ങി. പുതിയ ബന്ധങ്ങളൊക്കെ കിട്ടിയല്ലേ നിനക്ക്? അതാകും താലി കെട്ടിയവനെ തഴഞ്ഞു തുടങ്ങിയത്. ത്രിലോക് ഒരു പുച്ഛത്തോടെ പറയുമ്പോൾ ശിവ കൈകെട്ടി അവന് മുന്നിലായി വന്നു നിന്നു. എന്താടി നോക്കി പഠിപ്പിക്കുന്നേ? നീ നോക്കിയാൽ ത്രിലോക് പേടിക്കുമെന്നാണോ? സത്യത്തിൽ നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? ശിവ സംശയം നിറഞ്ഞ ഭാവത്തോടെ ചോദിക്കുമ്പോൾ അവളുടെ ആ നോട്ടത്തിലും ഭാവത്തിലും അവനൊന്ന് പതറി. സാറിന്റെ ഒരു കാര്യത്തിലും ഇടപെടാൻ ഞാൻ വരുന്നില്ല. എന്റേതായ കാര്യങ്ങൾ മാത്രം നോക്കി എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്നില്ലേ? പിന്നെയും എന്തിനാ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ എന്റെ പിന്നാലെ നടക്കണേ? പ്ലീസ്, എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പറയുമ്പോൾ ത്രിലോകിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. എന്ത് കണ്ടിട്ടാടി നീ ഈ ധൈര്യം കാണിക്കുന്നത്? ഇന്നലെ കയറി വന്നവനെ കണ്ടിട്ടോ? അതോ നാട്ടിലുള്ള നിന്റെ മറ്റവനെ കണ്ടിട്ടോ? ആരെ കണ്ടിട്ടായാലും അത് നിങ്ങളെ ബാധിക്കുന്നതല്ല. ത്രിലോകിനു മേൽ ശിവയുടെ ശബ്ദം അവിടെ ഉയരുമ്പോൾ അങ്ങേയറ്റം ദേഷ്യത്തിൽ ത്രിലോക് അവളുടെ കവിളിൽ പിടിച്ചു. എന്നാൽ ഉടനടി ശിവ അവന്റെ കൈകളെ കുടഞ്ഞെറിഞ്ഞു. മേലിൽ എന്റെ ശരീരത്തിൽ തൊടരുത് നിങ്ങൾ. നിങ്ങൾക്ക് മുന്നിൽ വഴങ്ങിത്തന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഇപ്പോൾ ആ പഴയ കാലത്തെയാണ്. നിർത്തേണ്ട ഇടത്ത് നിർത്തിയിരുന്നുവെങ്കിൽ എന്റെ ജീവിതം ഒരിക്കലും ഇങ്ങനെ ഒരു നരകമാവില്ലായിരുന്നു. എല്ലാം എന്റെ തെറ്റാ. പക്ഷേ ഇനിയും നിങ്ങൾക്ക് മുന്നിൽ തലതാഴ്ത്തി നിൽക്കാൻ ഈ ശിവയെ കിട്ടില്ല. ആരുമല്ല ഞാൻ നിങ്ങൾക്ക്. ഇനിയൊട്ട് ആരും ആവുകയുമില്ല. ദേഷ്യം കൊണ്ട് അലറുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് മറ്റാരോ ആണെന്ന് തോന്നിപ്പോയി ത്രിലോകിന്. ചുവന്നു കലങ്ങിയ അവളുടെ കണ്ണുകളും ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്ന ആ മുഖവും അവൻ അവളിൽ നിന്നുണ്ടാകുന്ന ആദ്യ പ്രഹരം. ചന്തു, ആർ യു ഓക്കെ? കാർത്തി അവളെ മെല്ലെ ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് ചോദിച്ചു. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലടാ, ഞാൻ ഓക്കെയാണ്. അതും പറഞ്ഞ് അവളൊന്ന് പുഞ്ചിരിച്ചു. നാദു വന്നില്ല അല്ലേ?
അവൻ എന്നോട് ദേഷ്യമാണോ കാർത്തി? ഏയ്, അവൻ എന്തിനാ നിന്നോട് ദേഷ്യം? ഓഫീസിലെ തിരക്ക് കാരണമാകും ഞങ്ങൾ പോലും ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ലല്ലോ. ആ അവസ്ഥയിൽ അവൻ കൂടെ അവിടെ നിന്ന് മാറിയാലുള്ള അവസ്ഥ നിനക്കറിയില്ലേ ചന്തു? അതിനു മറുപടിയായി അവൾ വെറുതെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് കാർത്തി ഒന്ന് തിരിഞ്ഞു നോക്കി. നവീനായിരുന്നു. കാർത്തി, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. നവീൻ അവർക്കടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ആരെ കാണാൻ? ഇവളെയോ? അല്ല, നിന്നെ. എന്നെയോ? ആര്? കാർത്തി സംശയത്തോടെ ചെയറിൽ നിന്ന് എഴുന്നേറ്റു. പറയാം, നീ വാ. നവീൻ അവന്റെ കൈയും പിടിച്ച് വേഗം പുറത്തേക്കിറങ്ങി. ഈവനിങ് ലക്ഷ്യ വിളിച്ച് അവന്റെ ഫ്ലാറ്റിലേക്ക് വന്നതാണ് ശിവ. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടു മടിയിൽ ഒരു ലാപ്പും പിടിച്ച് സോഫയിൽ കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരിക്കുന്നവനെ. ആഹാ, ഇത്ര പെട്ടെന്ന് എത്തിയോ? വാ, വന്നിരിക്കെ. ശിവ അവന് ഓപ്പോസിറ്റ് സോഫയിലായി പോയിരുന്നു. ശിവ, തന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? പെട്ടെന്ന് അവനിൽ നിന്ന് അങ്ങനെയൊരു ചോദ്യം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ശിവയുടെ മുഖം മെല്ലെ താഴ്ന്നു. എനിക്കറിയാമായിരുന്നു എന്റെ പഠിപ്പ് വെച്ച് ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടില്ല എന്ന്. സാരമില്ല, ഞാൻ വേറെ എന്തെങ്കിലും നോക്കിക്കോളാം. അതും പറഞ്ഞു പോകാനായി എഴുന്നേറ്റവളെ ലക്ഷ്യ ഒരു വേള കണ്ണുമിഴിച്ചു നോക്കിയിരുന്നു. എക്സ്ക്യൂസ് മീ മാഡം, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണോ താനിപ്പോൾ എഴുന്നേറ്റ് പോകുന്നത്? ഞാനെന്താ, അത്രയും മോശം ചോദ്യമാണോ തന്നോട് ചോദിച്ചത്? ശിവ തിരിഞ്ഞ് മെല്ലെ അവനെ ഒന്ന് നോക്കി. രാജ് ന്യൂസിന്റെ ഓണർ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. സോ തനിക്ക് ഞാൻ അവിടെ ഒരു ജോബ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ക്വാളിഫിക്കേഷൻ ചോദിച്ചത് എനിക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. അതിനോ അധികം പഠിപ്പൊന്നും തനിക്ക് ഉണ്ടാവില്ല എന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ബട്ട് ഇതൊക്കെ ഓഫീസിൽ ആരോടും പറയാൻ നിൽക്കണ്ട. കൂടുതൽ ആരോടും അടുക്കാനും. അത് ചിലപ്പോൾ തനിക്ക് തന്നെ ദോഷമാകും. അതുകൊണ്ട് പറഞ്ഞതാ. ശിവ അവനെ വിടർന്ന കണ്ണുകളോടെ നോക്കി. അപ്പോ എനിക്ക് ജോലിയായോ അവിടെ? എന്റെ പൊന്നു കുഞ്ഞെ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്കത് മനസ്സിലായില്ലേ? ലക്ഷ്യ ലാപ്പ് സോഫയിൽ വെച്ചുകൊണ്ട് എഴുന്നേറ്റു. ശിവയ്ക്ക് തന്റെ സന്തോഷം അടക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. എന്തോ ഒരു തോന്നലിൽ അവൾ ഓടിപ്പോയി ലക്ഷ്യയെ മുറുകെ പുണർന്നു. ശരീരം ആകെ ഒന്ന് മുറുകുന്നതിനൊപ്പം അവനൊന്ന് ഞെട്ടി. താങ്ക് യു ഏട്ടാ, എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു വരുമ്പോൾ ലക്ഷ്യ തന്റെ ഞെട്ടൽ മാറ്റിവെച്ച് അവളുടെ ഷോൾഡറിൽ കൈവച്ച് മെല്ലെ ഒന്ന് ചേർത്ത് പിടിച്ചു. ശിവ മുഖമുയർത്തി അവനെ നോക്കി. നിറകണ്ണുകളോടെ പുഞ്ചിരിക്കുമ്പോൾ ലക്ഷ്യയുടെ കണ്ണുകൾ അവളിൽ മാത്രം തറഞ്ഞു നിന്നു. തന്റെ ഈ ജീവിതത്തിൽ ഒരുപാട് സുന്ദരികളെ കണ്ടിട്ടുണ്ട്. അതിൽ പകുതി പേരും ഇങ്ങോട്ട് തന്നെ അപ്രോച്ച് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ അവരോട് ആരോടും തോന്നാത്ത ഒരിഷ്ടം എന്തുകൊണ്ടാണ് തനിക്ക് ഇവളോട് മാത്രം തോന്നുന്നു? ഇനി ഒരു പക്ഷേ തൻ്റേതാണോ ഇവൾ? തനിക്കായി പിറന്നവളാണോ? ഒരു വേള അവന്റെ ഉള്ളിലേക്ക് ശിവയ്ക്ക് പിന്നാലെ മറ്റൊരു മുഖം കൂടെ കടന്നു വന്നു. ത്രിലോകിന്റെ മുഖം. ഞെട്ടിപ്പിടഞ്ഞതുപോലെ അവളിൽ നിന്ന് അകന്നു മാറിപ്പോയി ലക്ഷ്യ.